കേരളത്തിൽ കുട്ടികളുള്ള വീടുകളിൽ രക്ഷിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. കുട്ടികളുടെ സാമൂഹിക ഇടപെടൽ, മുതിർന്നവരോടുള്ള പെരുമാറ്റം, സമപ്രായക്കാരോടുള്ള ഇടപഴകൽ, ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന അപകടകരമായ സാഹചര്യമാണ് മൊബൈൽ ഫോൺ ഉപയോഗം മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കൈവശം മൊബൈൽ ഫോണുകളും ടാബുകളും ലാപ്ടോപ്പുകളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം കുട്ടിയെ വണ്ടർ കിഡ് പരിവേഷം നൽകിയ രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഇപ്പോൾ മനസമാധാനം നഷ്ടപ്പെടുന്നതും. ഏറ്റവും പുതിയ പഠനങ്ങളും ചില രക്ഷിതാക്കളുടെ അനുഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് മൊബൈൽ ഉപയോഗം രാസലഹരി ഉപയോഗത്തെക്കാൾ അപകടകരമാണെന്നാണ്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കഴിയും. കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാനും കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഫോൺ കൊടുത്ത ശേഷം വിശ്രമിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൊബൈൽ ഫോണിനായി വാശി പിടിക്കുന്ന കുട്ടികൾക്ക് അത് നൽകുന്ന രക്ഷിതാക്കൾ ശരിക്കും സ്വന്തം കുട്ടിയോടുള്ള സ്നേഹമല്ല, മറിച്ച് കുട്ടിയുടെ മറ്റ് വാസനകളെയും കഴിവുകളെയും മുളയിലെ നുള്ളുകയാണ് ചെയ്യുന്നതെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നു. പല കാര്യങ്ങളും കണ്ടും അറിഞ്ഞും പഠിക്കേണ്ട പ്രായത്തിൽ സ്മാർട്ട് ഡിവൈസുകളുടെ ലോകത്തേക്ക് കടത്തിവിടുന്നത് കുട്ടികളോട് ചെയ്യുന്ന വലിയ ചതിയെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മാതാപിതാക്കൾ മൊബൈൽ ഫോൺ നൽകാത്തതിനും ഉപയോഗം നിയന്ത്രിച്ചതിനുമൊക്കെ മനം നൊന്ത് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളുള്ള ഈ കേരളത്തിൽ തന്നെയാണ്. കുട്ടികളിലെ ഡിജിറ്റൽ അഡിക്ഷനും അതേ തുടർന്നുള്ള മാനസിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സംസ്ഥാന പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷന് കീഴിൽ ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിൽ ദിവസേന നിരവധി കേസുകളാണ് എത്തുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടവർ അത് കിട്ടാതാകുമ്പോൾ കാട്ടിക്കൂട്ടാറുള്ള ഭ്രാന്തമായ അതിക്രമങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളും സൃഷ്ടിക്കുന്നതെന്നാണ് DDAD-ലെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ അഡിക്ഷൻ ഭേദമാകാത്ത അവസ്ഥയിലേക്കാണ് ഇവർ എത്തുക. അത്തരത്തിലൊരു ഘട്ടത്തിൽ എത്തിയ ശേഷം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ കുട്ടികൾ ആക്രമിക്കാനും എതിർക്കാനും തുടങ്ങും. അതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ദിവസത്തിൽ 12 മണിക്കൂറിലധികം സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ വ്യാപകമായി വർദ്ധിക്കുകയാണെന്ന് വിദഗ്ധർ പറയുന്നു. 15 വയസ്സ് മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് കൂടുതലായും DDAD സെന്ററുകളിൽ എത്തുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൊബൈലുകൾ കയ്യിൽ കിട്ടുന്ന ഇന്നത്തെ തലമുറ ഈ പ്രായം പോലും എത്തുന്നതിന് മുൻപ് മൊബൈൽ ഉപയോഗത്തിന് അടിമകളാകുന്നു. സ്മാർട്ട് ഫോൺ പോലെയുള്ളവയുടെ ഉപയോഗത്തിൽ മുന്നിലുള്ളത് ആൺകുട്ടികളാണെന്നും പഠനം സൂചിപ്പിക്കുന്നു. പ്രധാനമായും മൊബൈൽ ഗെയിമുകൾക്കാണ് ഇവർ അടിമപ്പെടുന്നത്. പെൺകുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗത്തിനാണ്. പണം ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിമുകളിലേക്ക് ചെന്നപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇതിനായി പണം കിട്ടാതെ വരുന്നതോടെ വീട്ടിൽ നിന്ന് മോഷണം നടത്തുകയും സാധനങ്ങൾ വിറ്റ് പണം കണ്ടെത്തുകയും ചെയ്യുന്നത് നിലവിൽ സാധാരണമായി മാറിക്കഴിഞ്ഞു. സമൂഹ മാധ്യമ ഹാൻഡിലുകൾ അമിതമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ പ്രണയക്കെണിയിൽ വീഴുന്നതായും പഠനത്തിൽ പറയുന്നു. പലപ്പോഴും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഇവർക്കുണ്ടാകുന്നതായും കാണുന്നുണ്ട്. പ്രണയബന്ധം ശാരീരിക ചൂഷണങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ പോലും കാര്യങ്ങൾ അറിയുന്നത്. പഠനത്തിൽ താല്പര്യമില്ലാതാകുക, വീട്ടിലുള്ള ആളുകളുമായി സംസാരിക്കുന്നത് കുറയുക, പെട്ടെന്ന് ദേഷ്യം വരിക തുടങ്ങിയവയെല്ലാം മൊബൈൽ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സൗജന്യ കൗൺസിലിങ്ങിലൂടെ അമിത മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് മുക്തമാക്കുകയും സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുകയുമാണ് DDAD സെന്ററുകൾ ചെയ്യുന്നത്. സെന്ററിലെത്തുന്ന കുട്ടികൾക്ക് ചോദ്യാവലി നൽകിയ ശേഷം ഉത്തരങ്ങൾ പരിശോധിച്ചാണ് മൊബൈൽ അഡിക്ഷന്റെ തോത് കണ്ടെത്തുന്നതും പ്രതിവിധി നിർദ്ദേശിക്കുന്നതും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകാതിരിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ട ഒരു പരിഹാരം. കുട്ടികളുടെ മുന്നിൽ മണിക്കൂറുകളോളം രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നതും പ്രധാനമാണ്. സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് രക്ഷിതാക്കളും ബോധവാന്മാരാകുക. അഥവാ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തുക. ഗെയിം പോലുള്ള മൊബൈൽ ഫോൺ വിനോദങ്ങൾ കർശനമായി നിരോധിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് നൽകാതിരിക്കുക. കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മൊബൈൽ ഫോണിൽ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും നിശ്ചിത സമയത്തേക്ക് മാത്രം കാണിക്കുന്നതിലൂടെ മൊബൈൽ ഫോണിന്റെ നല്ല വശങ്ങൾ മാത്രം കുട്ടികളിലേക്ക് എത്തിക്കാനും സാധിക്കും. ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുമ്പോൾ അറിവ് ലഭിക്കുന്ന വിഷയങ്ങൾ മാത്രം കാണിക്കാൻ ശ്രദ്ധിക്കണം.
ആനിമേഷൻ വീഡിയോസ് ആണ് ഇതിന് ഉചിതം. അക്രമം, വയലൻസ് തുടങ്ങിയ ഉള്ളടക്കങ്ങൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും കാണിക്കാതിരിക്കുക. കൂടാതെ ഫോണിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിച്ച് അഡിക്ഷൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. നിലവിൽ മൊബൈൽ ഫോണിന് അഡിക്ഷനുള്ള കുട്ടികളെ മറ്റു പല ആക്ടിവിറ്റികളിലേക്കും ശ്രദ്ധ തിരിച്ച് പതിയെ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.